നെക്സ്റ്റ് ബീം ഷിയർ ആണ്. ബീം ഷിയർ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഓരോ എലമെൻറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. സോ ആദ്യം ഫസ്റ്റ് IJ എന്ന ബീമിൻ്റെ ഷിയറാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റാണ് ഇവിടെ എടുക്കുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളത്തിൽ കണ്ടുപിടിച്ചിട്ടല്ലേ മൊമെൻറ്റ്, ആ മൊമെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാ ഈ ഒരു മൊമെൻറ്റാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നോക്കുക, ഇവിടെ എത്രയാണ് വരുന്നത്, ഇവിടെ 26.66. ഇനി ഇതെടുക്കുമ്പോൾ ഇവിടെ എത്ര വരുന്നത്, 53.32. ആ 53.32 എന്ന് പറയുന്നത് JKക്കും ബാധകമാണ്, JIക്കും ഉണ്ട്, JKക്കും ഉണ്ട് അല്ലേ. അവിടെ വരുന്ന ടോട്ടലാണ് 53.32. സോ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു JLത്തെ മൊമെൻറ്റ് മാത്രമാണ്. സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 53.32/2 ചെയ്യുക. അപ്പോൾ അതെന്തായിരിക്കും വരിക, 26.66. സോ ഈ ഒരു ബീമിൽ വരുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 26.66 + 26.66 ഡിവൈഡഡ് ബൈ ഈ ഒരു ബീമിൽ വരുന്ന ലെങ്ത്ത്, അത് എത്രയാണ്, 6. സോ 26.66 + 26.66/6 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ബീം ഷിയർ കിട്ടും. കറസ്പോണ്ട്ലി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് ഏതാണ് എടുക്കേണ്ടത്, ഈ ഒരു ബീം എടുക്കുക, JK എന്ന ബീം എടുക്കുക. JK എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അല്ലേ, 53ൻ്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 26.66. ഇതിൻ്റെ ഇവിടെ ഇതെടുക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് പകുതി എടുക്കുക, കാരണം ഈ 53.32 എന്ന് പറയുന്നത് ഇതിൻ്റെതും ടോട്ടലായി വരുന്ന, നമുക്ക് ഏത് മാത്രം മതി, JK മാത്രം മതി. അപ്പോൾ അത് എത്ര വരിക, അതിൻ്റെ പകുതിയെ വരിക. അപ്പോൾ അത് 26.66. അതേപോലെ ഇതെന്തായിരിക്കും, 26.66 ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത്ത് ചെയ്താൽ നമുക്ക് ഈ JKൻ്റെ ഷിയർ കിട്ടും. സിമിലർലി ഇത് എടുക്കുന്ന സമയത്തും 26.66 26 + 26.66 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത്ത്. സോ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഓരോതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബീം ഷിയർ is equal to 26.66 + 26.66 ഡിവൈഡഡ് ബൈ ആ ഒരു ബീമിൻ്റെ ലെങ്ത്ത്. സോ നമുക്ക് എന്ത് കിട്ടും, 13.33 കിട്ടി. സിമിലർലി JKൻ്റെതും കാണുക, അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, KLൻ്റെതും കാണുക. അതേപോലെ നമ്മൾ അടുത്ത ബീം സെക്കൻഡ് സ്റ്റോറിയിൽ വരുന്ന ബീമിൻ്റെ ഷിയർ കാണാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റോറി ബീം എന്താ, ഇതല്ലേ, MAB എടുക്കുക. MAB എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ടോട്ടൽ മൊമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, എത്രയാണത്, 109.98. അപ്പം 109.98 ആണ് എടുക്കേണ്ടത്. ഈ ഒരു ഷിയർ എടുക്കുന്ന സമയത്ത് ഇവിടെ 109.98. ഇത് വരുമ്പോൾ എത്രയാണ്, ഇവിടെ ടോട്ടൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 219 ആണ് അല്ലേ. ആ 219 എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെയാണ്, BAൻ്റെതും BCൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ 219.9ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എത്ര വരിക, 109. അപ്പോൾ ഇവിടെ ഒരു 109 ആയിരിക്കും വരിക. സോ 109 + 109 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത്ത് 4. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ബീമിൻ്റെ ഷിയർ കണ്ടുപിടിക്കുക. അടുത്ത ബീമിൻ്റെ ഷിയർ എന്ന് പറയുന്നത് BCൻ്റെ കണ്ടുപിടിക്കുക. BCൻ്റെ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 219 ആണ്. അതിൻ്റെ പകുതിയാണ് ഇവിടെ ആക്ട് ചെയ്യുക അല്ലേ. എന്നാൽ 109, ഇവിടെയും 109 വരും ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത്ത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ബീമിൻ്റെയും ഷിയർ നമ്മൾ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. AB പറയുന്നത് എടുക്കുമ്പോൾ 109.98 + 109.98 ഡിവൈഡഡ് ബൈ 4. അതേപോലെ BCൻ്റെതും കണ്ടുപിടിക്കുക, CDൻ്റെതും കണ്ടുപിടിക്കുക. ഇവിടെ എന്തിന് മാത്രം ഡിഫറൻസ് മെയിൻലി വരുന്നത്, അത് ലെങ്ത്ത് മാത്രം ഡിവൈഡ് ബൈ 6 ആയിരിക്കും, ഇവിടെ ഡിവൈഡ് ബൈ 5 ആയിരിക്കും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിട്ടുള്ള ഷിയേഴ്സ് നമ്മൾ ഹൊറിസോണ്ടൽ ഷിയർ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബീമിൽ വരുന്ന ഷിയർ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആക്സിയൽ ഫോഴ്സ് കാണണം. ആക്സിയൽ ഫോഴ്സ് കാണുന്ന സമയത്ത് ഈ ഒരു ഇതിൽ വരുന്ന ആക്സിയൽ ഫോഴ്സ് എന്തായിരിക്കും, 13.33. ഇതെത്തുമ്പം ഈ 13.33 ഇതിൻ്റെ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് 13.33 + 27.4. അടുത്തത് ഇത് ഇവിടുത്തത് വരുന്നത് 106.66. ഇത് വരുമ്പോൾ എന്തൊരു 106.66 + 43.98 ആയിരിക്കും നമ്മൾ എടുക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുക. ഷിയർ നമ്മൾ ആഡ് ചെയ്തിട്ട് എടുക്കുക. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ BMD വരയ്ക്കണം. അപ്പോൾ ഇത് കോളത്തിൻ്റെ BMD ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ കോളത്തിൻ്റെ BMD വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് നോക്കുക. ഫസ്റ്റ് നമുക്ക്
AJ കിട്ടിയിട്ടുള്ളത് 26.66 ആണ്. ആ 26.66 എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഈ ഒരു ബീമിന് എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ 26.66. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതും അതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അത് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും? 26.6. ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ നോക്കിയിട്ട് എഴുതുക. താഴെ 83.32 ആയിരിക്കും വരെ. അതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക? ബീമിൽ വരുന്ന മൊമെൻറ്റും ഇതേപോലെ മാർക്ക് ചെയ്യുക. പിന്നെ ബീമിൽ മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.